കാറി കയറി ഞാനൊന്നും കാണുന്നില്ല. ഇപ്പൊ കാണാം. അരയങ്കാവ് കഴിഞ്ഞു, അരയങ്കാവ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ വാഹനം സ്പീഡ് കൂട്ടി സുജയ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നതല്ല ജനപ്രതിനിധി. അതുകൊണ്ട് തന്നെയാണ് വേഗത്തിലാണ് ഇപ്പോൾ ആ BMW പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് സൂം ചെയ്ത് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അതേ വേഗത്തിലൊന്നും, അതായത് അനുവദനീയമായ പരിധിക്കപ്പുറം വേഗമൊന്നും ഞങ്ങളുടെ വാർത്താ സംഘം എന്തായാലും എടുക്കില്ല. നിയമം ലംഘിക്കാൻ പാലിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ആ വാഹനം അപ്രത്യക്ഷമായത്. കാരണം അദ്ദേഹം വേഗം കൂട്ടിയിട്ടുണ്ട്. അദ്ദേഹം വളരെ വേഗത്തിൽ മറ്റു വാഹനങ്ങൾ മറികടക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നതും. നമ്മുടെ വാഹനത്തിന് BMW-നൊപ്പം എത്താൻ നിറവേറ്റുന്നത്. എന്തായാലും അദ്ദേഹം നമ്മുടെ വാഹനത്തിന് മുന്നിൽ നിന്ന് വളരെ വേഗത്തിൽ പോയി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നോക്കൂ, അദ്ദേഹം എല്ലാ മാധ്യമങ്ങളിൽ നിന്നും കണ്ണു വെട്ടിച്ച് അദ്ദേഹം എത്തപ്പെട്ടത്. പക്ഷേ അദ്ദേഹത്തിന് സത്യം മറച്ചു വെക്കാനാകില്ല. അദ്ദേഹം എവിടെ പോയാലും ഒരു മാധ്യമമെങ്കിലും കണ്ണു തുറന്നിരിക്കുമെന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കൂടി നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം, അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അത് അദ്ദേഹം പറയണമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഒളിച്ചോടുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു മുഖം നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തന്നെയാണ്. ഇനിയുള്ള റൂട്ടിലേക്ക് നമ്മുടെ റിപ്പോർട്ടർമാരുടെ സംഘത്തിന് മുന്നിലേക്ക് തന്നെ അദ്ദേഹം എത്തുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതിഷേധം, അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധം അദ്ദേഹത്തിന്റെ കൊല്ലത്തും തിരുവനന്തപുരത്തും വസതിയിൽ നടക്കുമ്പോൾ, ആ വസതിക്ക് മുന്നിൽ നടക്കുമ്പോഴാണ് അദ്ദേഹം എല്ലാത്തിൽ നിന്നും ഒളിച്ചു മാറി പോകുന്നത്. പറയാനുള്ളത് അല്ലെങ്കിൽ നടന്നത് അല്ലെങ്കിൽ തനിക്ക് അറിയാത്ത കാര്യം അത് അങ്ങനെ തന്നെ പറയാനുള്ള ഉത്തരവാദിത്വമുള്ള ഒരു ജനപ്രതിനിധിയാണ് ഇത്തരത്തിൽ ഒളിച്ചോടി ഇപ്പോൾ വക്കീൽ വക്കീലിനെ അല്ലെങ്കിൽ അഭിഭാഷകനെ കണ്ട് അല്ലെങ്കിൽ കോടതിയിലേക്ക് പോകാനായി പോകുന്നത്. ആരെയാണ് ഭയക്കുന്നത് എന്നുള്ള ചോദ്യമാണ് മുകേഷിനോട് നമുക്കും ചോദിക്കാനുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം എന്തായാലും കൊച്ചിയിലേക്ക്, എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും.